നമസ്കാരം. നമ്മുടെ ഈ ആത്മീയ അന്വേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ പാരമ്പര്യങ്ങൾ വെറുമൊരു ആചാരങ്ങൾ മാത്രമല്ല, അവയ്ക്ക് വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങളുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം വളരെ ശാന്തവും എന്നാൽ നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതുമായ ഒന്നാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ശീലങ്ങൾ, അവയ്ക്ക് എങ്ങനെയാണ് വലിയ ആത്മീയ മാനങ്ങൾ നൽകാൻ കഴിയുക എന്നാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഭാരതീയ പാരമ്പര്യത്തിൽ നാം നെറ്റിയിൽ സിന്ദൂരമോ തിലകമോ അണിയാൻ ഉപയോഗിക്കുന്ന വിരലുകൾക്ക് പോലും നമ്മുടെ ശരീരത്തിലെ ആത്മീയ ഊർജത്തെയും ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതെ, ഇതിന്റെ ഉത്തരം നിങ്ങളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ആദ്യ ഭാഗം, കൈകളിലെ പ്രപഞ്ചം അഥവാ ആത്മീയതയുടെ ഭൂപടം. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിയാൻ ഈ പ്രപഞ്ചം നമ്മുടെ കൈകളിൽ തന്നെ എങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഭൗതിക ശരീരം, പ്രത്യേകിച്ച് നമ്മുടെ കൈകൾ, അവ വെറും അവയവങ്ങൾ മാത്രമല്ല കേട്ടോ. പുരാതന വിശ്വാസപ്രകാരം അവ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ചെറിയ ഭൂപടമാണ്. ജ്യോതിഷപരമായി നമ്മുടെ ഇരു കൈകളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്. വലതുകൈ എന്നത് നമ്മെ നയിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിലെ കർമ്മങ്ങളെ അത് പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇടതുകൈ വളരെ ശാന്തമാണ്. ചുറ്റുപാടുകളിൽ നിന്ന് ഊർജം സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണത്. അതുകൊണ്ടാണ് ധ്യാനിക്കുമ്പോഴൊക്കെ ഊർജം ഉൾക്കൊള്ളാനായി ഇടതുകൈ പ്രത്യേകമായി ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, ഗ്രഹങ്ങളും വിരലുകളും ഒപ്പം നിത്യജീവിതത്തിലെ ആത്മീയ ശുചിത്വവും. ശരീരത്തെക്കുറിച്ചുള്ള ഈ വിശാലമായ അറിവിൽ നിന്നും നമുക്കിനി നമ്മുടെ ദൈനംദിന ആത്മീയ ശുചിത്വത്തിലേക്ക് വരാം. നാം നെറ്റിയിൽ തിലകമോ സിന്ദൂരമോ ചാർത്തുന്നത് വളരെ ലളിതമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും പരമ്പരാഗതമായി അതിന് വളരെ കൃത്യമായ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. പരമ്പരാഗത ജ്യോതിഷികൾ ഓരോ വിരലിനെയും വിവിധ ഗ്രഹങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. മോതിരവിരൽ സൂര്യനുമായും, നടുവിരൽ ശനിയുമായും, ചൂണ്ടുവിരൽ വ്യാഴവുമായും, അതുപോലെ തള്ളവിരൽ ചൊവ്വയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഊർജവും അർത്ഥവുമുണ്ട്. ഈ അടിസ്ഥാന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു ദൈനംദിന വഴികാട്ടി തന്നെ രൂപപ്പെടുത്താൻ കഴിയും. ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഒന്നോർത്തുവെക്കുക. സമാധാനത്തിനായി മോതിരവിരൽ, മുതിർന്നവർക്ക് ആദരവേകാൻ നടുവിരൽ, വിജയത്തിനായി തള്ളവിരൽ, പിന്നെ അന്ത്യകർമ്മങ്ങൾക്ക് മാത്രം ചൂണ്ടുവിരൽ. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി വിശദമായി നോക്കാം. ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്ന മോതിരവിരലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അനാമിക എന്ന് വിളിക്കപ്പെടുന്ന ഈ വിരൽ സൂര്യനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിത്യവും ഈ വിരൽ കൊണ്ട് തിലകം ചാർത്തുന്നത് നമ്മുടെ മനസ്സിന് വലിയ സമാധാനവും ശരീരത്തിന് നല്ല ഉന്മേഷവും അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ ഐക്യവും കൊണ്ടുവരുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് നാം തിലകം ചാർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശനിയെ പ്രതിനിധീകരിക്കുന്ന നടുവിരൽ ആയുസ്സിനെയും കടമകളെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രായമായവർക്കും സന്യാസിമാർക്കും ഈ വിരൽ കൊണ്ടാണ് തിലകം നൽകേണ്ടത്. അതുപോലെ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന തള്ളവിരൽ ശക്തിയുടെ ഒരു പ്രതീകമാണ്. പണ്ടുകാലത്തെ യുദ്ധത്തിന് പോകുന്നവർക്കും ഇന്ന് പരീക്ഷകൾ നേരിടാൻ പോകുന്നവർക്കുമൊക്കെ വിജയത്തിനായി തള്ളവിരൽ കൊണ്ട് തിലകം ചാർത്തുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചൂണ്ടുവിരൽ അഥവാ തർജനി. ജീവിച്ചിരിക്കുന്നവർക്ക് ഈ വിരൽ ഉപയോഗിച്ച് തിലകം നൽകുന്നത് അശുഭകരമായാണ് പരമ്പരാഗതമായി കണക്കാക്കുന്നത്. കാരണം ഈ വിരൽ വ്യാഴത്തെയും അതുവഴി മോക്ഷത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനത്തെ ഇത് സൂചിപ്പിക്കുന്നത് കൊണ്ട് പിതൃക്കൾക്കോ മരിച്ചവർക്കോ അന്ത്യോപചാരം അർപ്പിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഹൈന്ദവ വിശ്വാസം. മൂന്നാം ഭാഗം, ആജ്ഞാചക്രം, ആന്തരിക ബോധത്തെ ഉണർത്തൽ. വിരലുകളുടെ പ്രാധാന്യം നാം മനസ്സിലാക്കിയല്ലോ. ഇനി ആ വിരലുകൾ സ്പർശിക്കുന്ന ലക്ഷ്യസ്ഥാനമായ നെറ്റിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ 2 പുരികങ്ങൾക്ക് നടുവിലുള്ള ഭാഗമാണ് ആജ്ഞാചക്രം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ആന്തരിക ബോധത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും കേന്ദ്രമാണ്. ഈയൊരു സ്ഥാനത്ത് ഭസ്മമോ ചന്ദനമോ അണിയുമ്പോൾ അത് ശരീരത്തിന് കുളിർമ നൽകുകയും നമ്മുടെ അമിതമായ വികാരങ്ങളെയും കോപത്തെയും ശാന്തമാക്കുകയും ചെയ്യുമെന്ന് നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്നു. ഈ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആജ്ഞാചക്രത്തിന് സമീപം സിന്ദൂരം അണിയുന്നത് ഏകാഗ്രതയും ആത്മീയ അവബോധവും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് എത്ര അർത്ഥവത്താണല്ലേ! ദിവസവും നാം ചെയ്യുന്ന ഈ ചെറിയൊരു സ്പർശനം ആ ദിവസത്തെ മുഴുവൻ മാനസിക വ്യക്തതയ്ക്കും ആത്മീയ ഉണർവിനുമുള്ള വലിയൊരു അടിത്തറയായി മാറുകയാണ്. ഭാഗം 4, ദൈവീക സ്ത്രീരൂപം, പ്രപഞ്ചത്തോളം വിശാലം.
നമ്മുടെ വ്യക്തിപരമായ ഈ ചെറിയ ദിനചര്യകളിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ വളരെ വിശാലമായ മറ്റൊരു തലത്തിലേക്ക് നമുക്കിനിയൊന്ന് ഉയരാം. ഹൈന്ദവ പാരമ്പര്യത്തിലെ ഏറ്റവും മനോഹരമായ സങ്കല്പങ്ങളിലൊന്നായ ദൈവികമായ സ്ത്രീരൂപത്തെയും അതിന്റെ ആത്മീയ ദാർശനികതയെയും കുറിച്ചാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ആദി ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യലഹരി എന്ന അതിമനോഹരമായ കാവ്യമാണിത്. ഒറ്റ നോട്ടത്തിൽ ഇത് ദേവിയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന 100 ശ്ലോകങ്ങൾ മാത്രമായി തോന്നാം. എന്നാൽ അതങ്ങനെയല്ല. അദ്വൈത വേദാന്തത്തിന്റെയും ആന്തരിക പരിവർത്തനത്തിന്റെയും വളരെ നിഗൂഢമായ ഒരു ആത്മീയ ഭൂപടം കൂടിയാണ് ഈ കാവ്യം. ഈ ഒരു അറിവ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് കേട്ടോ. നമ്മുടെ പുരാണങ്ങളിൽ ദേവന്മാരെ വർണ്ണിക്കുന്നത് എപ്പോഴും പാദം മുതൽ ശിരസ് വരെയാണ്, അതായത് ഭൗതിക ലോകത്തു നിന്നും മുകളിലേക്കുള്ള ആത്മീയ യാത്ര. എന്നാൽ ദേവിമാരെ വർണ്ണിക്കുന്നത് ശിരസ് മുതൽ പാദം വരെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മാതാവായ ദേവി തന്റെ കാരുണ്യം മുകളിൽ നിന്നും താഴെ ഭക്തരിലേക്ക് വർഷിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ശാന്തതയും ഭക്തിയും നിങ്ങളൊന്ന് അനുഭവിച്ചറിയുക. ദൈവികമായ ആ മഹാശക്തിക്ക് മുന്നിൽ ഒരു ഭക്തൻ പൂർണ്ണമായി കീഴടങ്ങുന്നതാണ് നാം ഇവിടെ കാണുന്നത്. മനുഷ്യന്റെ അഹങ്കാരങ്ങൾ ഇല്ലാതാവുകയും വിനയത്തിലൂടെയും അഗാധമായ ഭക്തിയിലൂടെയും യഥാർത്ഥ സൗന്ദര്യം നാം അനുഭവിച്ചറിയുകയും ചെയ്യുന്ന നിമിഷമാണിത്. ദേവിയുടെ ശരീരവർണ്ണനകളിൽ ഓരോന്നിനും അതിൻ്റെതായ തത്വചിന്തകളുണ്ട്. ഇവിടെ കാണുന്ന ദേവിയുടെ കഴുത്തിലെ 3 രേഖകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കേവലം സൗന്ദര്യത്തിന്റെ ലക്ഷണമായി മാത്രമല്ല സൗന്ദര്യലഹരി ഇതിനെ കാണുന്നത്. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന വലിയൊരു രഹസ്യം കൂടി ഈ 3 വരകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കഴുത്തിലെ ആ 3 രേഖകൾ പ്രതിനിധീകരിക്കുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളെയാണ്: സത്വം, രജസ്, തമസ്. സത്വം എന്നാൽ വിശുദ്ധിയും സമാധാനവും, രജസ് എന്നാൽ പ്രവർത്തനങ്ങളും ആഗ്രഹങ്ങളും, തമസ് എന്നാൽ വിശ്രമവുമാണ്. നമ്മുടെ മനസ്സിനെയും ഈ പ്രപഞ്ചത്തെ മുഴുവനായും വളരെ സന്തുലിതമായി നിലനിർത്തുന്നത് ഈ 3 ശക്തികളാണ്. സൗന്ദര്യലഹരിയുടെ ഏറ്റവും മഹത്തായ സന്ദേശം ഇവിടെയാണ് ഉൾക്കൊള്ളുന്നത്. നിശ്ചലമായ മാറ്റങ്ങളില്ലാത്ത ബോധമായ ശിവനും ചലനാത്മകമായ സൃഷ്ടിയുടെ ഊർജമായ പാർവതിയും പ്രകൃതിയിൽ ഒന്നിക്കുന്ന ദൃശ്യമാണിത്. ഈ 2 ഊർജങ്ങളും ചേരുമ്പോഴാണ് പ്രപഞ്ചം പൂർണ്ണമാകുന്നത് എന്ന് ഈ കാവ്യം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു ശിവശക്തി സംഗമം പ്രപഞ്ചത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഉള്ളിലും നടക്കുന്നുണ്ട്. ധ്യാനത്തിലൂടെ നമ്മുടെ സഹസ്രാര ചക്രത്തിൽ ഈ 2 ഊർജങ്ങളും ഒന്നിക്കുമ്പോൾ അവിടെ പരമാനന്ദത്തിന്റെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതിനെയാണ് താന്ത്രിക ഗ്രന്ഥങ്ങളിൽ അമൃതമെന്ന് വിളിക്കുന്നത്. മോക്ഷത്തിലേക്കുള്ള വഴിയാണിത്. അവസാന ഭാഗം, ആന്തരിക മാറ്റം അഥവാ യഥാർത്ഥ സൗന്ദര്യം. വിശാലമായ പ്രപഞ്ച തത്വങ്ങളിൽ നിന്നും നമുക്ക് വീണ്ടും നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലേക്ക് മടങ്ങിവരാം. സൗന്ദര്യം എന്നത് വെറും ഒരു ബാഹ്യമായ കാര്യമല്ല, മറിച്ച് അതൊരു ആന്തരിക പരിവർത്തനമാണ് എന്നതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ആത്മീയത കുടികൊള്ളുന്നത് ഈ 2 കാര്യങ്ങളുടെ സംഗമത്തിലാണ്. ഒന്നാമത്തേത്, നാം ദിവസവും തിലകം ചാർത്തുന്നത് പോലെയുള്ള ലളിതമായ ഭൗതിക പ്രവൃത്തികൾ. രണ്ടാമത്തേത്, ആ പ്രവൃത്തിക്കു പിന്നിലുള്ള വിശാലമായ അർത്ഥവും ആത്മീയ ഉണർവും. ഇത് രണ്ടും ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ദിവസവും ശരിക്കും അർത്ഥപൂർണമാകുന്നത്. ഈ വാചകങ്ങൾ എപ്പോഴും ഓർക്കുക. ചിലപ്പോൾ തലമുറകളായി കൈമാറി വരുന്ന ഏറ്റവും വലിയ അറിവുകൾ ഒളിഞ്ഞിരിക്കുന്നത് നാം വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഇത്തരം ചെറിയ ആചാരങ്ങളിലാകാം. നമ്മുടെ മുൻതലമുറകൾ എത്ര സൂക്ഷ്മതയോടെയാണ് പ്രകൃതിയെയും മനുഷ്യനെയും ബന്ധിപ്പിച്ചിരുന്നതെന്ന് ഇതറിയുമ്പോൾ നാം തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റിവിറ്റിയും സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ നെറ്റിയിൽ ഒരിറ്റ് ചന്ദനമോ സിന്ദൂരമോ തൊടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ വിരൽത്തുമ്പിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളിൽ കുടികൊള്ളുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഈ മനോഹരമായ ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.